ഇതുപോലെ ഫുള്ളായിട്ട് പേൾ വർക്ക് കല്ലൊക്കെ വരുന്ന മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സ്റ്റിച്ച് തട്ടണ ഭാഗങ്ങളിലുള്ള കല്ല് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ വലിയ സ്റ്റോൺ വർക്കൊക്കെ വരുന്ന ഭാഗത്ത് തട്ടിയിട്ട് സൂചി പൊട്ടിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ അത് നമ്മൾ ലൈനിങ്ങിൽ യോക്ക് ഭാഗം ഏതാണോ കട്ട് ചെയ്യുന്ന ആ ഭാഗമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് അത് വെച്ചിട്ട് കറക്റ്റായിട്ടൊക്കെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ കത്രിക ഈ ഭാഗങ്ങൾ വലിയ കല്ലുമ്മയൊക്കെ തട്ടുമ്പോൾ കൂടുതൽ കത്രികയുടെ മൂർച്ചയൊക്കെ കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗങ്ങൾ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഒരു 1/4 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്തെടുത്തിട്ട് ആ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ വിരൽ വെക്കുമ്പോഴുള്ള അത്രയും സ്പേസ്, അതായത് നമ്മൾ ഫുഡ് പ്രഷർ ഫുട്ട് ഉണ്ടല്ലോ അത് പോകണം ആ ഭാഗത്ത് അത്രയും ഭാഗം കല്ലുകൾ തട്ടാതെ അത്രയും ഭാഗങ്ങൾ കല്ലൊക്കെ പറിച്ചെടുക്കുക. അപ്പോൾ ഇത് ഒരു സാരിയുടെ വർക്കാവുകൊണ്ട് കംപ്ലീറ്റ് വർക്കുള്ളൊരു ക്ലോത്തായിരുന്നു. അപ്പോൾ സ്റ്റിച്ച് പോണ ഭാഗങ്ങൾ ഓരോ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് പറിച്ചെടുക്കാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുപോലെ നമ്മൾ ഫ്രണ്ടും ആം ഹോൾ കർവും ഏത് ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കല്ല് ഫുള്ളായിട്ട് കംപ്ലീറ്റ് അയച്ചെടുത്തതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ സൈഡും അടിഭാഗത്ത് ഒരുപാട് വർക്ക് ഉണ്ടെങ്കിൽ കൈ കൊണ്ട് തുന്നിയിട്ട് വേണം അടിഭാഗം ഫിനിഷ് ചെയ്യാൻ.